നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ അവസാനം വരെയും നിങ്ങൾ പരിശ്രമിക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നതാണ്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളിൽ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. മറ്റാരുമില്ലാത്ത സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർക്കുക. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക. ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത്. ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവരുണ്ട് ഈ ഭൂമിയിൽ. ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ആവും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ആയി മാറുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഒരു വിത്ത് വളർന്ന് മരമാകാൻ ക്ഷമയോടെ കാത്തിരിപ്പും പരിചരണവും ആവശ്യമാണ്. വിജയം നേടാനും ഇത് ആവശ്യമാണ്. സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്. അവ അലയടിച്ചുകൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യജീവിതവും. അതിലെ സങ്കടവും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവുമില്ലാത്ത മനുഷ്യരുമില്ല. ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും ബാക്കി പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും. പക്ഷെ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് നൽകുന്തോറും അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലതൊക്കെ മനസ്സിലാക്കി നമ്മളും മാറണം. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. തൻ്റെ ലക്ഷ്യം നിറവേറ്റണം എന്ന് ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും വേണ്ടപ്പെട്ടവർ ആവുക എന്നത് അടിസ്ഥാന നിയമമല്ല. പക്ഷെ ആർക്കും വേണ്ടാത്തവർ ആവുക എന്നത് സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് ക്ഷമ. ക്ഷമിക്കുന്നവരെ ഒരിക്കലും ഭീരുക്കളായി കണക്കാക്കരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം. കാലം കൊടുക്കുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും. സ്വയം രൂപാന്തരപ്പെടാനുള്ള മനസ്സാന്നിധ്യവും കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ആർജവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒരു വ്യക്തിയുടെ രൂപത്തേക്കാൾ ആകർഷകമാകുന്നത് അവരുടെ സ്നേഹം, സത്യസന്ധത, വിശ്വസ്തത, ദയ എന്നിവയാണ്.